ചെന്നൈ അണ്ണാ സർവകലാശാലയിൽ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് മദ്രാസ് ഹൈക്കോടതി. വനിതാ ഉദ്യോഗസ്ഥർ മാത്രമടങ്ങുന്ന സംഘത്തിനാണ് അന്വേഷണ ചുമതല. പെൺകുട്ടിയുടെ പരാതിയും FIRലെ പിഴവും പ്രത്യേക സംഘം അന്വേഷിക്കും. പെൺകുട്ടിയുടെ കുടുംബത്തിന് സർക്കാർ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി വിധിച്ചു. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. റഹീസ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോടതി ഈ വിഷയത്തിൽ കടുത്ത നിലപാടാണല്ലോ ഇന്നലെയും ഇന്നും സ്വീകരിച്ചതല്ലേ? വിജയകുമാർ, അതിരൂക്ഷമായ വിമർശനമാണ് ഇന്നും മദ്രാസ് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിൽ നിന്നും പോലീസിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനം, ഈ കേസിലെ FIRമായി ബന്ധപ്പെട്ടാണ് കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. FIRൽ പെൺകുട്ടിയുടെ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടുത്തിയത് ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ല എന്ന് കോടതി പറയുന്നു. ഇത് പോലീസിന്റെ മാത്രം പിഴവാണ്. നേരത്തെ പോലീസ് പറഞ്ഞത് ഇത് അപ്ലോഡ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണ് എന്നാണ്. അതൊന്നും ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് കോടതി പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ഈ FIRൽ ഓരോ വാക്കുകളും വായിക്കുമ്പോൾ അത് പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും വാക്കുകളുമാണ് ഓരോ വരികളിലുമുള്ളത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, അതിനെ നീതീകരിക്കാൻ കഴിയുന്നതല്ല. പെൺകുട്ടിയെ പൊതുമധ്യത്തിൽ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഒരു FIR മുന്നോട്ട് വെക്കുന്നത് വഴി പോലീസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും കോടതി ചോദിക്കുന്നു. അങ്ങനെ FIRനെ സംബന്ധിച്ച് അത്തരത്തിലൊരു വാദം കോടതിയിൽ നിന്ന് പോലീസിന് നേരിടേണ്ടി വരുന്നു. ഒപ്പം തന്നെ ഈ കേസ് വനിതാ ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘം SITക്ക് കൈമാറിയിരിക്കുകയാണ്. ഇത് ഈ പെൺകുട്ടിയെ ആക്രമിച്ച കേസ് മാത്രമല്ല, പീഡിപ്പിച്ച കേസ് മാത്രമല്ല, മറിച്ച് പോലീസിന് FIRൽ ഉണ്ടായ ഓരോ പിഴവും കൃത്യമായി അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് നൽകാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് FIR മൂലമുണ്ടായ മാനനഷ്ടം, പെൺകുട്ടി നേരിട്ട മാനസിക സംഘർഷം എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ട് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നു. ഒപ്പം യൂണിവേഴ്സിറ്റിയോടും പ്രത്യേക നിർദ്ദേശമുണ്ട്. പെൺകുട്ടിയുടെ ഫീസ്, തുടർന്നുള്ള എല്ലാ ഫീസുകളും ഒഴിവാക്കി നൽകണമെന്ന് പറയുന്നു. കുട്ടിക്കും കുടുംബത്തിനും കൃത്യമായുള്ള പോലീസ് സംരക്ഷണം നൽകണമെന്ന് പറയുന്നു. അങ്ങനെ പോലീസിന്റെ ഓരോ നടപടിയെയും കൃത്യമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിൽ നിന്നും വന്നിരിക്കുന്നത്. മാത്രമല്ല, പോലീസ് കമ്മീഷണർ നടത്തിയത് അപക്വമായിട്ടുള്ള ഒരു ഇടപെടലാണ്. കേസിന്റെ പ്രാഥമിക അന്വേഷണം മാത്രം നടക്കുമ്പോൾ ആദ്യ ദിവസം ഒരു പ്രതിയെ മാത്രം പിടിച്ചു നിൽക്കുമ്പോൾ പോലീസ് കമ്മീഷണർ നടത്തിയ വാർത്താ സമ്മേളനം അതിനെ നീതീകരിക്കാൻ കഴിയില്ല. ആ വാർത്താ സമ്മേളനത്തിനിടയിൽ ഒരു പ്രതി മാത്രമേ ഉള്ളൂ എന്ന് കമ്മീഷണർ പറഞ്ഞു വെക്കുകയും ചെയ്തു. അതെങ്ങനെയാണ് പറയുക എന്നും കോടതി പറയുന്നുണ്ട്. നേരത്തെ വളരെ ഗൗരവമുള്ള നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളുമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. FIRലെ വിവരങ്ങൾ, ആ പെൺകുട്ടിയുടെ പേരടക്കം അതിലുണ്ടായിരുന്നു. അത് ആ നിലയിലൊരു FIR തയ്യാറാക്കിയതിനാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന് സർക്കാർ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നിപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഗൗരവമുള്ള ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.